Hi, hello. Welcome to Competitive Cracker. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ഇടവേള നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു സമയമായി നിങ്ങൾ എല്ലാവരും എടുത്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടൊരു സീരീസ് ഉണ്ടായിരുന്നു സൂപ്പർ ഓവർ അല്ലേ? അപ്പോൾ ഓരോ ബോളും നമ്മൾ സിക്സർ അടിച്ച് ഒരു ഓവർ തികയ്ക്കും പോലെ തന്നെ ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് 6 ചോദ്യങ്ങളായി നിങ്ങൾക്ക് തരും. ആ 6 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകി നിങ്ങൾ സ്കോർ ചെയ്യുന്നതായിരുന്നു സൂപ്പർ ഓവർ. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലെ? അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അക്കൗണ്ടൻസിയുടെ കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് പോവാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഇഫ് എ ട്രയൽ ബാലൻസ് ടോട്ടൽസ് ഡു നോട്ട് എഗ്രി ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഷുഡ് ടു ബി. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യും ട്രയൽ ബാലൻസ് അല്ലെ? ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ട്രയൽ ബാലൻസിന്റെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടാവും. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ എമൗണ്ടുകൾ തമ്മിൽ എന്താവുന്നില്ല, അതിന് എമൗണ്ട് ഈക്വൽസ് ആവും, അല്ലെ തുല്യമാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക നോക്കൂ. പ്രിപ്പയർ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അല്ലെങ്കിൽ പോസ്റ്റിംഗ് ട്രാൻസാക്ഷൻ അഗെയിൻ, ചെക്ക് ജേർണൽ എൻട്രീസ് ഓർ റീചെക്ക് ലെഡ്ജർ ബാലൻസ്. ഏതായിരിക്കും ചെയ്യുക? നമുക്കറിയാം, നമുക്കിവിടെ ട്രയൽ ബാലൻസ് നമുക്ക് ഈക്വൽ ആയാലേ നമ്മൾ ചെക്ക് ചെയ്യുക എന്താണ്, ഒന്നുകൂടി കൂട്ടി നോക്കുക ചെയ്യുക അല്ലെ? അതായത് നമ്മൾ എഴുതിയൊക്കെ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യും, കൂട്ടി നോക്കും അല്ലെ? അപ്പൊ ഇവിടെ ഏതാ വരിക? ഇവിടെ ഡി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? റീചെക്ക് ദി ലെഡ്ജർ ബാലൻസ് ആൻഡ് അഡീഷൻ. ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ബാലൻസ്, നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്തത് ശരിയാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നു. അതാണ് അവിടെ വരുന്നത്. ഓക്കെ, നോക്കാം അടുത്തത്. Which of the following best describe depreciation according to accounting standard 6? A6 അഥവാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 പ്രകാരം അവിടെ ഡിപ്രീസിയേഷന് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എന്തായിരിക്കും അവിടെ കൊടുത്തിരിക്കുക? നോക്കാം. ഒന്നാമത്തെ, റിഡക്ഷൻ ഇൻ ദി മാർക്കറ്റ് വാല്യൂ ഓഫ് അസറ്റ്, അലോക്കേഷൻ ഓഫ് ഡിപ്രീസിയബിൾ എമൗണ്ട് ഓവർ യൂസ്ഫുൾ ലൈഫ്, അല്ലെങ്കിൽ പ്രൊവിഷൻ മെയ്ഡ് ഫോർ റീപ്ലേസ്മെന്റ് ഓഫ് എൻ അസറ്റ്, ലാസ്റ്റ് ഫിസിക്കൽ വെയർ ആൻഡ് ടിയർ ഓൺലി. ഏതായിരിക്കും ഒരു ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മളൊരു ഫിക്സഡ് അസറ്റിന്റെ മുകളിൽ, അത് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ചിലപ്പോൾ ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ രണ്ടും വരാം അല്ലെ? ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ രണ്ടും വരാം. അപ്പൊ അതിനൊക്കെ വേറെ വേറെ പേരാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഡിപ്രീസിയേഷൻ എന്നുള്ളവര് മാത്രം പറയാം. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കുള്ള അസറ്റിന്റെ മുകളിലുള്ള മൂല്യച്യുതിയാണ് ശരിക്കും പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ അല്ലെ? വാല്യൂവിനെ കുറയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഡിപ്രീസിയേഷനിലൂടെ. അപ്പൊ ഇവിടെ ഏതായിരിക്കാം വരിക? ഇവിടെ വരും നോക്കൂ, റിഡക്ഷൻ ഇൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ആൻ അസറ്റ് അല്ലെ? എന്തുകൊണ്ടാണ് അത് വരുന്നത്? എന്തുകൊണ്ടായിരിക്കും അത് വരുന്നത്? അതായത് നമ്മളൊരു പുതിയ കാറ് വാങ്ങി, എന്ന് വെച്ചോളൂ. ആ കാറ് വാങ്ങി 6 മാസം വരെ നമ്മൾ ഓടിച്ചു. 6 മാസം വരെ ഓടിച്ച സമയത്ത് നമ്മൾ ആകപ്പാടെ ഓടിച്ചത് 5000 കിലോമീറ്റർ ആണെന്ന് വെച്ചോളൂ. 5000 കിലോമീറ്റർ 6 മാസം കൊണ്ട് നമ്മൾ ഓടിച്ചിട്ടുള്ളൂ. ഓക്കെ, ആ കാറ് വാങ്ങിയത് ഒരു 12 ലക്ഷത്തിനാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഈ 6 മാസം കഴിഞ്ഞ് നമ്മൾ വിചാരിക്കണം ഈ കാറ് വിൽക്കാം, ഈ കാറിനെക്കാട്ടും കൂടുതൽ എന്താണ് ഫീച്ചേഴ്സുള്ള മറ്റൊരു കാർ എടുക്കാന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് 6 മാസം കൊണ്ട് നമ്മൾ ഈ കാർ വിൽക്കാൻ ഉപയോഗിക്കുമ്പോൾ ഈ 12 ലക്ഷം നമുക്ക് കിട്ടുമോ? ഇല്ല അല്ലെ? അവിടെ എന്താണ്, അതായത് 6 മാസക്കാലം നമ്മൾ ഓടിച്ചതിന്റെ ഒരു എമൗണ്ട് അല്ലെ, നമ്മൾ ഉപയോഗിച്ചതിന്റെ എമൗണ്ട് അവിടെ എന്ത് ചെയ്യും, കുറഞ്ഞിട്ടേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതേ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ത് ചെയ്യാണ്, റിഡക്ഷൻ ചെയ്യുന്നുണ്ട് അല്ലെ? അതിന്റെ മാർക്കറ്റ് വാല്യൂ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റിഡക്ഷൻ ചെയ്യുന്നുണ്ട്. സോ അതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, നോക്കാം അടുത്ത ചോദ്യം. Which of the following features of depreciation indicate its repeated nature over time? ഏതായിരിക്കാം? നോൺ ക്യാഷ് നാച്ചർ, എക്സ്പയർഡ് കോസ്റ്റ്, കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് ഇമ്പാക്ട് ഓൺ ടാക്സ്. ഇതിൽ ഏതായിരിക്കാം ഡിപ്രീസിയേഷന്റെ റിപ്പീറ്റഡ് നാച്ചർ ഓവർ ടൈം എന്ന രീതിയിൽ കൂടുതലായിട്ട് ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക? നോക്കൂ, നോൺ ക്യാഷ് ആണോ? അല്ല. എക്സ്പയർഡ് ആണോ? അല്ല. ദാറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് അല്ലെ? എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് നമ്മളിപ്പോ മന്ത്ലി ആണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് വിചാരിച്ചോ. ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മൾ എന്താണ് മന്ത്ലി ഡിപ്രീസിയേഷൻ കണക്കാക്കാണ്. ഓക്കെ, മന്ത്ലി ഡിപ്രീസിയേഷൻ കണക്കാക്കുമ്പോൾ നമ്മൾ ജാൻ, ഫെബ്, മാർച്ച് ഓരോ മാസം നമ്മൾ എങ്ങനെ എന്ത് ചെയ്യാണ്, ഓരോ 1000 രൂപ വീതം നമ്മൾ എന്ത് ചെയ്യാം, ഡിപ്രീസിയേഷൻ കണക്കാക്കാം. അങ്ങനെ കണക്കാക്കുമ്പോൾ നമ്മൾ മാർച്ച് മാസം കഴിഞ്ഞു, അടുത്ത അക്കൗണ്ടിങ് ഇയർ തുടങ്ങി ഏപ്രിൽ മുതൽ. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഈ കൊല്ലം മുതൽ എന്തുകൊണ്ട് ഈ മാസം മുതൽ നമ്മൾ എന്ത് ചേർക്കുന്നില്ല, ഡിപ്രീസിയേഷൻ ചേർക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ഏതാണോ നമ്മളെ ഫിക്സഡ് അസറ്റ്, ഇപ്പൊ മെഷീനറി ആണ് നമ്മളെ ഫിക്സഡ് അസറ്റ് എങ്കിൽ ആ മെഷീനറിയുടെ വാല്യൂ കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ആവുന്നത് വരെ നമ്മൾ എന്ത് കണക്കാക്കണം,
നമ്മൾ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് അല്ലേ. അതായത് എപ്പോഴാണോ അതിന്റെ വാല്യൂ കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ആവുന്നത്, ആ റെഡ്യൂസ് ആവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ കണക്കാക്കണം. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമുക്ക് ഈ കൊല്ലം ചെയ്തു അടുത്ത കൊല്ലം ചെയ്യണ്ട, അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എപ്പോഴാണ് അതിന്റെ യൂസ്ഫുൾ ലൈഫ്, ആ ലൈഫ് തീരും വരെ നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എക്സ്പെൻസ് ത്രൂ ഔട്ട് ദ അസറ്റ്സ് യൂസ്ഫുൾ ലൈഫ്, അതിന്റെ ലൈഫ് കറക്റ്റ് ആയിട്ട് തീരുന്നവരെ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ കണക്കാക്കുക തന്നെ വേണം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. എ കമ്പനി ഹാസ് എ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് ഓഫ് 50,000 ആൻഡ് ഡിപ്രീസിയേഷൻ ഈസ് 10,000. വാട്ട് ഈസ് ദി ടാക്സബിൾ പ്രോഫിറ്റ്? അവിടെ എന്താ പറയുന്നത്, ഒരു കമ്പനിയുടെ അവിടെ ടാക്സ് എന്ന് പറയുന്നത് എന്തിനു മുന്നേ ഉള്ള, ബിഫോർ ഡിപ്രീസിയേഷൻ മുന്നേ ഉള്ളത് എത്രയാണ്, 50,000 രൂപ വരുന്നത്. ഡിപ്രീസിയേഷൻ എത്രയാ, 10,000 ആണ്. അങ്ങനെയാണ് അതിന് ശേഷം എത്രയായിരിക്കും? നമ്മൾ സാധാരണ ഒരു ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ, ഒരു ഫിക്സഡ് അസറ്റിന്റെ മുകളിൽ ഓരോരോ സമയത്ത്, മന്ത്ലി ആയിക്കോട്ടെ ഇയർലി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആ ഫിക്സഡ് അസറ്റിന്റെ മുകളിൽ എത്രയാണോ നമ്മൾ ആക്ച്വൽ വാല്യൂ ഉള്ളത്, ആക്ച്വൽ വാല്യൂ എത്രയാണോ ആ ആക്ച്വൽ വാല്യൂ നമുക്ക് എത്രയാണോ ഡിപ്രീസിയേഷൻ ഉള്ളത്, അത് നമ്മൾ എന്ത് ചെയ്യും, ലെസ് ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ 50,000 ആണ് നമ്മൾ ആക്ച്വൽ വാല്യൂ അല്ലെ. ഇവിടെ 50,000 ആണ് നമ്മൾ ആക്ച്വൽ വാല്യൂ. നോക്കൂ, 50,000 ആക്ച്വൽ വാല്യൂ ആണെങ്കിൽ ഡിപ്രീസിയേഷൻ എത്രയാണ് വരുന്നത്, 10,000 രൂപയാണ്. അപ്പൊ 50,000 10,000 രൂപ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 40,000 രൂപയായിരിക്കും അതിന് എന്ത് വരിക, ആ ഒരു എമൗണ്ട് വരിക അല്ലെ. കാരണം എന്താ, നമ്മൾ ആക്ച്വൽ ആ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യും, എന്നിട്ട് മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ അല്ലെ. സോ അതാണ് അവിടെ ആൻസർ വരിക. എത്രയാണ്, 40,000 ആണ് അവിടെ ടാക്സബിൾ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നോക്കാം അടുത്തത്. ഇനി അമോർട്ടൈസേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡിപ്രീസിയേഷൻ. നമ്മൾ പറയുന്ന സമയത്ത് പറയുന്ന രണ്ട് വാക്കുകളാണ് എന്ത്, അമോർട്ടൈസേഷൻ. ഇനി വേറൊന്നും കൂടെ എന്താണ്, ഒബ്സൊലൻസ് അല്ലെ. ഇത് രണ്ടും ഉണ്ട്. ഇത് രണ്ടും ഡിപ്രീസിയേഷന് മറ്റു ഭാഗമായിട്ടുള്ളതാണ്. അമോർട്ടൈസേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, നാച്ചുറൽ റിസോഴ്സസ്, ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ അസറ്റ്, മൂവബിൾ പ്രോപ്പർട്ടി, ഏതായിട്ടായിരിക്കാം ബന്ധപ്പെട്ടിരിക്കാം? നോക്കാം. അമോർട്ടൈസേഷൻ എന്ന് പറയും പ്രധാനമായിട്ടും ഇൻടാഞ്ചിബിൾ അസറ്റുമായിട്ടാണ്. അപ്പൊ എന്താ ഇൻടാഞ്ചിബിൾ അസറ്റ് നമുക്ക് നോക്കണ്ടേ. അതായത് അസറ്റിനെ രണ്ട് രീതിയിൽ തരംതിരിച്ച്, രണ്ടല്ല ഒരുപാട് രീതിയിലുണ്ട്. നമ്മൾ ഇവിടെ പറയുന്ന സമയത്ത് ഏത് പറയാം, ടാഞ്ചിബിളും അതേപോലെ ഇൻടാഞ്ചിബിളും നമുക്ക് പറയാൻ പറ്റും. ടാഞ്ചിബിൾ എന്ന് വെച്ചാൽ എന്താ, തൊട്ട് നോക്കാൻ പറ്റുന്ന രീതി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഏതൊക്കെ ആയിരിക്കും അതിനകത്ത് വരിക, ഫർണിച്ചർ അതിനകത്ത് വരും അല്ലെ, പിന്നെ മെഷീനറി വരും. ഇതൊക്കെ എന്താണ്, ടാഞ്ചിബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്, തൊട്ട് നോക്കാം നമുക്ക്. ഇനി ഇതിൽ ഇൻടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ എന്താ വരിക, നമുക്ക് തൊട്ട് നോക്കാൻ പറ്റാത്ത തരത്തിലുള്ള അസറ്റുകൾ, അത് ഏതായിരിക്കാം? അതാണ് ഒന്നാമത്തത് കോപ്പിറൈറ്റ്, പിന്നെ പാറ്റന്റ്, പിന്നെ ഗുഡ്വിൽ. ഇതൊക്കെ എന്താണ്, അസറ്റാണ്, മറിച്ചത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. സോ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ മുകളിൽ ഉണ്ടാവുന്നതാണ് ഇവിടെ എന്ത് പറയുന്നത്, ഇവിടെ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ മുകളിൽ ഉണ്ടാവുന്നതാണ് അവിടെ എന്ത് പറയാ, അമോർട്ടൈസേഷൻ എന്ന് പറയാം. നെക്സ്റ്റ്, ഇഫ് ദ എക്സ്പെൻസ് ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എക്സീഡ് ഇൻ ദി ഇൻകം ദ ബിസിനസ് ഇൻകേഴ്സ്. അതായത് ഇവിടെ എന്താ, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ എന്താണ്, എക്സ്പെൻസ് കൂടുതലാണ്, എന്തിനേക്കാൾ, ഇൻകത്തിനേക്കാൾ. അപ്പോ എക്സ്പെൻസ് ആണ് കൂടുതൽ, ഇൻകം കുറവാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക, ഗ്രോസ് പ്രോഫിറ്റ് ആണോ, ഗ്രോസ് ലോസ് ആണോ, നെറ്റ് പ്രോഫിറ്റ് ആണോ, നെറ്റ് ലോസ് ആണോ? നമുക്കറിയാം ഈ രണ്ട് കാര്യം ആവില്ല, നമുക്ക് ആദ്യം അറിയാം. ഗ്രോസ് പ്രോഫിറ്റിന് ഗ്രോസ് ലോസ് എന്തുകൊണ്ടാ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എവിടെയാ വരിക, ഗ്രോസ് ലോസ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക. അപ്പൊ ഇത് രണ്ടും അല്ല, ഇതിൽ രണ്ടിൽപ്പെട്ട ഏതോ ഒന്നാണ്. ഇവിടെ എക്സ്പെൻസ് ആണ് കൂടുതൽ എന്ന് പറഞ്ഞല്ലേ, എക്സീഡ്, എന്തിനേക്കാൾ കൂടുതൽ നോക്കൂ, ഇൻകത്തിനേക്കാൾ കൂടുതൽ എക്സീഡ് ആയിരിക്കുന്ന ഏതാണ്, എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഏതായിരിക്കാം വരിക, അവിടെ നെറ്റ് ലോസ് ആണ് വരിക അല്ലെ. എക്സ്പെൻസ് കൂടുന്ന സമയത്ത് എന്താ, നമ്മളെ ചെലവുകളാണ് കൂടുന്നത്, എന്തല്ല, വരവുകളല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഏതാണ് വരുന്നത്, അവിടെ നമുക്ക് നെറ്റ് ലോസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ 6 ചോദ്യം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി CSEB എക്സാമിന് വേണ്ടി നമ്മൾ ബിഗിനേഴ്സ് ബാച്ച്, നമ്മൾ എപ്പോഴും പറയാനുള്ളതാണ്, ബിഗിനേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 6 മന്തിന്റെ ആണ് ഈ ഒരു ബിഗിനേഴ്സ് ബാച്ച് വരിക. എന്തൊക്കെയായിരിക്കും ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കൂ. അവിടെ ടോപ്പിക് വൈസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ട്, അതേപോലെ മെന്റർഷിപ്പ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. കൂടാതെ മോക്ക് എക്സാമുകൾ, ഫ്രീ PDF മെറ്റീരിയൽ, ലൈവ് സെഷൻസ്, അതേപോലെ ഒരുപാട് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും, അതേപോലെ പ്രോഗ്രസ് പെർഫോമൻസ് റിപ്പോർട്ട്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഫീച്ചേഴ്സോട് കൂടിയാണ് ഇത്തരത്തിൽ CSEB നമ്മളെ ബിഗിനേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ബിഗിനേഴ്സ് ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ഈ ബോർഡ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ
പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു മാച്ചിൽ, ഇന്നത്തെ ഒരു ഓവറിൽ നിങ്ങൾ എല്ലാവരും 36 റൺ സ്കോർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു മാച്ചിൽ അല്ലെങ്കിൽ അടുത്തൊരു ഓവറിൽ ഇതേപോലെ 6 ക്വസ്റ്റ്യനുമായി ഞാൻ വരാം. അപ്പൊ അതും നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ ബോളുകളും സിക്സർ ചെയ്തുകൊണ്ട് നമുക്ക് 36 റൺസ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, അപ്പോ അടുത്തൊരു സൂപ്പർ ഓവറുമായി ഞാൻ വരും. അതുവരെ